ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ വണ്ടർലയിലോട്ട് പോകുന്ന ഒരു വീഡിയോ ആണ് ഇട്ടേക്കുന്നത്. അപ്പം ഞാനും എൻ്റെ ബ്രദേഴ്സും കൂടിയാണ് ഈ വണ്ടർല ട്രിപ്പിൽ പോകുന്നത്. ഞാൻ എൻ്റെ ഒരു ബ്രദറും കൂടെ എൻ്റെ വണ്ടിക്കും ഒരാൾ വേറെയായിട്ടാണ് വരുന്നത്. അപ്പം ഞങ്ങൾ വണ്ടർലയിലോട്ട് കയറുന്ന ഭാഗമാണ്. രാത്രി ഒന്നിച്ചെടുക്കാം. കുഞ്ഞു എടുത്തത്, അതുകൊണ്ട് അത്യാവശ്യം ക്യൂ നിൽക്കേണ്ടി വന്നു. അതിനുശേഷം നമ്മൾ ഈ എയ്റോപ്ലെയിൻ്റെ ഒരു റൈഡിലാണ് കയറിയത്. ഇത് പുതിയതായിരുന്നു. ഞങ്ങൾ ഇപ്രാവശ്യം ചെന്നപ്പോൾ ഇതിനു മുമ്പ് ചെന്നപ്പോഴൊന്നും ഉണ്ടായില്ല. ഇത് അത്യാവശ്യം ക്യൂ ആയിരുന്നു, എന്നാലും വീണ് കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുമായിരുന്നു. നമ്മൾ മാർച്ച് 8-നല്ല ആ ടൈമിലാണ് പോയത്. അപ്പോൾ അത് കാരണം അതിൻ്റെ കുറച്ച് ഡെക്കറേഷൻസും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ അതേ ഒരു ഊഞ്ഞാലൊക്കെ ഉണ്ടായിരുന്നു, അതിലൊക്കെ കയറി ഫോട്ടോ എടുത്തു. ഇതാണ് എൻ്റെ ബ്രദേഴ്സ്, 2 പേരുണ്ട്, അനന്തു, ഹരി. അങ്ങനെ അവരൊക്കെ ആയിട്ട് ഫോട്ടോസൊക്കെ എടുത്തു. നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്തായിരുന്നു ഈ ട്രിപ്പ്. നമ്മളിടക്ക് നമ്മൾ 3 പേരും കൂടി പോകാറുണ്ട്. പിന്നെ നമ്മൾ വണ്ടർലയിലെ ചായയൊക്കെ കുടിച്ചു. അതിന് ശേഷം നമ്മൾ വെള്ളത്തിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് നമ്മൾ ഈ ഒരു റൈഡിൽ കയറിയിട്ട്, കാരണം വെള്ളത്തിൽ ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ ഇതിൽ കയറാൻ പറ്റില്ല. ഇത് ഇലക്ട്രിക് റിലേറ്റഡ് സംഭവം എന്തോ ആയതുകൊണ്ട് ആ അങ്ങേയറ്റത്ത് കാണുന്ന പച്ചയില്ലേ, അതാണ് ഞാനും അനിയനും. ഞങ്ങൾക്കിത് ഓടിക്കാൻ അറിയില്ലായിരുന്നു ആദ്യമേ, ഇപ്പോഴും അറിയില്ല. എന്നാലും ഫസ്റ്റ് ഞങ്ങൾക്ക് അത് ഓടിക്കാൻ പറ്റുന്നുണ്ടായില്ല. ഞങ്ങൾ അവിടെ സ്റ്റക്കായി തന്നെ നിൽക്കുമായിരുന്നു. അവനറിയാം, എനിക്കറിയില്ല. പക്ഷെ ഞാൻ തന്നെ ഇത് ഓടിക്കണമെന്നും പറഞ്ഞിട്ട് ഞാൻ അവന് കൊടുക്കാണ്ട് അങ്ങനെ വെച്ചുകൊണ്ടിരിക്കണമായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവിടെ ഉണ്ടായിരുന്ന ഗൈഡ് ഞങ്ങളങ്ങനെ കുറേ സ്റ്റക്കായി നിന്നപ്പോൾ ഞങ്ങൾക്ക് വന്ന് എങ്ങനെയൊക്കെയെന്ന് പറഞ്ഞു തന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എങ്ങനെയൊക്കെയോ ഓടിച്ചെന്ന് പറയാനായിട്ട് നല്ല രസമാണ്. പക്ഷെ കുറേ ആൾക്കാരുള്ള കാരണം നമ്മളിത് ഇതിന് മുമ്പ് വന്നിട്ടുണ്ടെങ്കിലും 2-3 പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിലും ഇതിൽ കയറാറില്ല. അങ്ങനെ വലിയ ഇതായിട്ട് തോന്നിയിട്ടില്ല. പക്ഷെ കയറി കഴിഞ്ഞപ്പോൾ ഇഷ്ടമായി കേട്ടോ. അപ്പോൾ ഞാൻ ഓടിക്കും, ആരുടെയെങ്കിലും പോയി ഇടിക്കും, വീണ്ടും ഓടിക്കും. അങ്ങനെ നമ്മുടെ ടൈം കഴിയാറായപ്പോഴാണ് നമ്മൾ ഏകദേശം ആ ഒരു ട്രാക്കിലേക്ക് വന്നത്, എങ്ങനെ ഓടിക്കേണ്ടത് എന്നൊക്കെയുള്ള. പിന്നെ എങ്ങനെയൊക്കെയോ അങ്ങനെ ഓടിച്ചു. നല്ല രസമുണ്ടായിരുന്നു.